പാലക്കാട്ടെ CPM നേതൃത്വത്തിനെതിരായ പരസ്യ പ്രതികരണത്തിൽ രൂക്ഷ വിമർശനവുമായി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിൽ ഇരുന്ന് നേതാക്കളെ വിമർശിക്കാം. മാധ്യമങ്ങൾക്ക് മുന്നിൽ വിമർശിക്കുന്നത് സംഘടനാ രീതിയല്ല. പരസ്യ വിമർശനം നടത്തിയത് പാർട്ടി പരിശോധിക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്ന പാർട്ടിയല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി. എല്ലാ കാലത്തും അങ്ങനെയല്ല. സാധാരണഗതിയിൽ ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി യോഗം കൂടിയാൽ ഒരു 15 അംഗ ലോക്കൽ കമ്മിറ്റി യോഗമാണ് എങ്കിൽ അതിൽ 14 പേര് പങ്കെടുത്തിട്ടുണ്ട്. 14 പേർക്കും 14 അഭിപ്രായമായിരിക്കുന്നത്. അതല്ലേ ഈ പാർട്ടിയുടെ പ്രത്യേകത. ഒരേ അഭിപ്രായം പറയുന്നതല്ലല്ലോ. ചിലവർക്ക് ഒരേ അഭിപ്രായമുണ്ട്, ചിലവർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതെല്ലാം ചേർന്ന് അതിലേറ്റവും തിളക്കം മാറുന്ന ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, എന്തായാലും ജില്ലാ സെക്രട്ടറിക്കെതിരെ തന്നെയാണ് വലിയ വിമർശനങ്ങൾ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നത്. അത് പരസ്യമായി തന്നെ ഉയർത്തുന്ന സാഹചര്യവുമുണ്ടായി. അത് പരിശോധിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. രുചിഷെ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് പാലക്കാട് CPMന്റെ ജില്ലാ നേതൃയോഗങ്ങൾ ചേർന്നത്. അതുകൂടാതെ തന്നെ CPMന്റെ പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ ഷുക്കൂർ ഉന്നയിച്ചിരുന്നു. ഇതിലാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യ പ്രതികരണം നടത്തിയത് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന കാര്യമാണ് CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള EN സുരേഷ് ബാബു പറയുന്നത്. കൂടാതെ തന്നെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെയാണ് നേരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രതികരിച്ചത്. അത് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. പാർട്ടി വിരുദ്ധ ഒരു നിലപാട് തന്നെയാണ് അബ്ദുൾ ഷുക്കൂറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമാണ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. കൂടാതെ അബ്ദുൾ ഷുക്കൂറിനൊപ്പം 25ഓളം പേർ രാജിക്കത്ത് പാർട്ടി വിടുന്ന എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു രാജിക്കത്ത് CPM ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും പാർട്ടി നടപടിയല്ല, അത്തരത്തിലൊരു പാർട്ടി സംവിധാനമല്ല CPMനുള്ളത് എന്ന കാര്യം തന്നെയാണ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ പാലക്കാട് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂർ, തൃത്താല, കോങ്ങാട് മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെന്തായാലും പാർട്ടി പരിശോധിക്കും. വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഈ മണ്ഡലങ്ങളിൽ CPMന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യവും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന, അതായത് ജില്ലാ നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് ഒരു മറുപടിയാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. രുചീഷ്. ശരി സച്ചിൻ.